ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. പത്തനംതിട്ട ആറന്മുളയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിക്കെതിരെ പോസ്റ്ററുകൾ. പത്തനംതിട്ടയ്ക്ക് അബിൻ വർക്കിയെ വേണ്ടെന്നാണ് പോസ്റ്ററിലുള്ളത്. ടൗണിലും പ്രസ് ക്ലബിലും പരിസരത്തുമാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് അബിൻ വർക്കിക്കെതിരെ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി നമുക്കിപ്പം പ്രസാദ് എം ജെ ചേരുന്നുണ്ട്. പ്രസാദ്, എപ്പോഴാണ് ഈ ഒരു പോസ്റ്ററുകൾ പതിച്ചത്? ഈ ഒരു പോസ്റ്ററുകൾ പതിച്ചതിന് പിന്നിൽ ആരാണ്? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അബിൻ വർക്കിയെ വേണ്ട എന്നുള്ള രീതിയിൽ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് പത്തനംതിട്ടയിലും, അതായത് പത്തനംതിട്ട നഗരം ഉൾപ്പെടുന്ന ആറന്മുള മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പോസ്റ്റർ ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് പ്രത്യക്ഷപ്പെട്ടത്. അതായത് പ്രധാനപ്പെട്ട നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള പ്രസ് ക്ലബിന്റെ പരിസരത്ത്, പിന്നെ കുമ്പഴയിലെ, തുടർന്ന് ചെന്നീർക്കര, ഓമല്ലൂര്, ആറന്മുള മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അതായത് ആറന്മുള പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് കോൺഗ്രസിന്റെ ഹൃദയവികാരത്തെ തകർക്കുന്ന തരത്തിലെ, കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന തരത്തിലെ, പുറത്തു നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി വേണ്ടെന്നുള്ള തരത്തിലുള്ള ഒരു പോസ്റ്ററിലാണ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ ആറന്മുള മണ്ഡലത്തിൽ, അതായത് പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ കഴിയുന്നത്. ഇവിടെ കാലാകാലങ്ങളിലായി ദീർഘകാലം പ്രവർത്തിച്ച് പരിചയമുള്ള സ്ഥാനാർത്ഥികളുണ്ട്. അവരെ പരിഗണിക്കണം. അപ്പോൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആണ് ഈ അവരുടെ കോൺഗ്രസ്കാരുടെ ആത്മവിശ്വാസം തകർക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും മേളിലുള്ളവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത്. അതുകൊണ്ട് പുറത്തുനിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ വേണ്ടെന്ന തരത്തിലാണ് ഈ അബിൻ വർക്കിക്കെതിരെ കോൺഗ്രസിന്റെ പേരിൽ ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അരുണിമ, കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് അരുണിമ KPCCയുടെ നിർദ്ദേശപ്രകാരം ഡൽഹിയിൽ പ്രാഥമിക പട്ടിക, അതായത് കേരളത്തിലെ സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക പട്ടികയിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള, പ്രത്യേകിച്ച് ആറന്മുളയിൽ നിന്നാണ് അബിൻ വർക്കിയുടെ പേര് പ്രാഥമിക പട്ടികയിൽ സ്ഥാനം പിടിച്ചത്. അന്ന് മുതൽ തന്നെ ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ഉള്ളിൽ അമർഷം പുകയായിരുന്നു. നമുക്ക് മാധ്യമങ്ങളിൽ തന്നെ പുറത്തു പറയാതെ നമ്മളോട് തന്നെ സഹകരിക്കുന്ന നിരവധി മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഈ അബിൻ വർക്കിയെ എതിരെ അതായത് 2 ആഴ്ചകൾക്ക് മുമ്പ് പത്തനംതിട്ട DCCയിൽ ഒരു യോഗം, അതായത് ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് യോഗം DCCയിൽ നടന്നിരുന്നു. അന്ന് ആ യോഗത്തിന്റെ അവസാനം DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് A സുരേഷ് കുമാർ, പിന്നെ നാസർ തോണ്ടമണ്ടിൽ, പിന്നെ ജാസിൻകുട്ടി തുടങ്ങിയ പ്രവർത്തകർ ഈ യോഗത്തിന്റെ അവസാനം DCC പ്രസിഡന്റിനോട് പറഞ്ഞിരുന്നു, പുറത്തു നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. അന്ന് തന്നെ അത് മാധ്യമങ്ങളിലും മറ്റുമൊക്കെ വലിയ വാർത്തയായി കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. തുടർന്നാണ് പ്രത്യേകിച്ച് ഇപ്പോൾ കോൺഗ്രസിന്റെ സജീവ ഈ ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ സജീവമായ 4 പേരുടെ പേരുകളാണ് നമ്മൾ നേരത്തെ തന്നെ ഇവിടെ നിറഞ്ഞു നിന്നിരുന്നത്. KPCC ജനറൽ സെക്രട്ടറി കൂടിയായ ജോർജ് മാമൻ കൊണ്ടൂർ, മുൻ DCC പ്രസിഡന്റ് P മോഹൻരാജ്, KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു, DCC വൈസ് പ്രസിഡന്റ് റോബിൻ പീറ്റർ തുടങ്ങിയ 4 പേരുടെ പേരുകളാണ് ഇവിടെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യമായിട്ടുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു അമർഷമായിരിക്കാം ഈ പോസ്റ്റർ എന്നാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടത് എന്ന് നമുക്ക് കോൺഗ്രസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. സംസ്ഥാനം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സ്ഥലം MLA ആറന്മുള വീണ ജോർജും, പിന്നെ ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള വീണ ജോർജിനെതിരെ തോൽപ്പിക്കണമെന്നുള്ള ഒരു കടുത്ത വാശിയിൽ സ്ഥലത്തു നിന്നുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വീണ ജോർജിനെതിരെ മത്സരിക്കണം എന്നുള്ള ഒരു ആവശ്യം കാലാകാലങ്ങളിലായി ഉയർന്നു വരുന്നുമുണ്ട് അരുണിമ. അപ്പൊ ഇതിന്റെയൊക്കെ പ്രത്യക്ഷത്തിലുള്ള ഒരു പ്രതികാരം കൂടിയായിരിക്കാം ഈ പോസ്റ്റർ എന്നറിയപ്പെടുന്നു. നമ്മളിപ്പോൾ കോൺഗ്രസുമാരുമായി ബന്ധപ്പെട്ടപ്പോൾ ഇതിന്റെ പിന്നിൽ CPM-കാരാണ് എന്നാണ് നമ്മൾക്കിപ്പോൾ കോൺഗ്രസ് ഈ ഉന്നത നേതാക്കൾ നമ്മളോടിപ്പോൾ അറിയിക്കുന്നത് അരുണിമ. ശരി, വ്യക്തമാണ്. പത്തനംതിട്ട ആറന്മുളയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിക്കെതിരെയാണ് ഇപ്പോൾ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയ്ക്ക് അബിൻ വർക്കിയെ വേണ്ട എന്നൊക്കെയാണ് ഈ പോസ്റ്ററിൽ പ്രധാനമായും എഴുതിയിട്ടുള്ളത്. ടൗണിലും പ്രസ് ക്ലബ് പരിസരത്തുമൊക്കെയാണ് ഇത്തരത്തിൽ അബിൻ വർക്കിക്കെതിരെയുള്ള പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് അബിൻ വർക്കിക്കെതിരെ ഇപ്പോൾ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് പ്രസാദ് MJ ആണ്.